ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ സിനിമാ താരങ്ങളും പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് ഭാസി എന്നിവർ ഹോട്ടലിൽ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു. ഓം പ്രകാശ് വിദേശത്തു നിന്നും ലഹരി എത്തിച്ചിരുന്നതായും റിമാൻഡ് റിപ്പോർട്ട്. കേസിൽ ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും പിടികൂടിയ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ താരങ്ങളായ ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്നിവർ സന്ദർശിച്ചിരുന്നതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇവർക്ക് പുറമെ 20 പേർ മുറിയിലെത്തിയിട്ടുണ്ട്. ഓം പ്രകാശ് നിരവധി തവണ ലഹരി ഇടപാടുകൾക്കായി കൊച്ചിയിലെത്തിയിരുന്നു. പ്രതികൾ വിദേശത്തു നിന്നും കൊക്കൈൻ അടക്കമുള്ള ലഹരി മരുന്നുകൾ കൊച്ചിയിലും മറ്റു ജില്ലകളിലും എത്തിച്ച് DJ പാർട്ടികൾ നടത്തിയിരുന്നു. ഓം പ്രകാശിനായി തിരച്ചിൽ നടത്തി വരികയായിരുന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെയാണ് ഇന്നലെ ഹോട്ടലിൽ നിന്നും പിടികൂടിയത്. 3 മുറികളാണ് സംഘം എടുത്തിരുന്നത്. ഓം പ്രകാശിനായി ബോബി ചലപതി എന്ന വ്യക്തിയാണ് മുറി ബുക്ക് ചെയ്തത്. പ്രതികൾ പാർട്ടി നടത്തിയ മുറിയിലെത്തിയവരെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചതായി കൊച്ചി DCP S സുദർശൻ വ്യക്തമാക്കി. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യും. പ്രതികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കും. അതേസമയം കേസിലെ 2ാം പ്രതിയായ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇയാൾ ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പോലീസ് വിളിപ്പിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നടക്കമുള്ള വ്യവസ്ഥകളിലാണ് ജാമ്യം. ജനം, കൊച്ചി.